വാഗൺ ട്രാജഡി ഹാളിൽ കഴിഞ്ഞ ദിവസം വിശ്വയൂത്തിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ അവസാനിച്ചു. ആ ഒരു സ്റ്റേറ്റ് കൗൺസിൽ ആസൂത്രണം ചെയ്തത് ഏകദേശം 20-ലധികം വകുപ്പുകളിലുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളായിരുന്നു. അതിൽ ആയിരക്കണക്കിന് പ്രദേശങ്ങളിലെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ ഏറ്റവും വ്യവസ്ഥാപിതമായ ഒരു സ്ഥാപനവൽകൃത രീതിയിലേക്ക് അത് മാറുന്നതിൻ്റെ പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പഠിതാക്കൾക്കുള്ള പുസ്തകം, അധ്യാപകർക്കുള്ള പുസ്തകം ഒക്കെ അവിടെ വെച്ച് നൽകപ്പെടുകയുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓൺലൈൻ സംവിധാനത്തെക്കാളും മികച്ചത് എന്ന് ഞാൻ പറയും വിധമുള്ള ഒരു നല്ല സെൻട്രൽ കോർഡിനേഷൻ ആവശ്യമുള്ള സിസ്റ്റം കൊണ്ടുവരേണ്ടായി. ആയിരക്കണക്കിന് വീടുകളിലേക്കുള്ള ഭക്ഷണം എത്തിക്കുന്ന ട്രീറ്റ് പദ്ധതി, അതിൻ്റെ വ്യാപനം അവിടെ ചർച്ച ചെയ്തു. ഒരു കുടുംബത്തിന് 2000 രൂപ എന്ന നിലയ്ക്ക് എല്ലാ മാസവും തൊട്ടടുത്ത കടയിൽ നിന്ന് സാധനം വാങ്ങാൻ സാധിക്കുന്ന, ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ സാധിക്കുന്ന ഒരു സംരംഭമാണ് ട്രീറ്റ്. ആ ട്രീറ്റിൻ്റെ വ്യാപനം അവിടെ വലിയ രീതിയിൽ ഡിസ്കഷൻ എടുത്തു. വിവാഹപ്രായമെത്തിയ ആൺകുട്ടികളുടെ പ്രത്യേക വർക്ക്ഷോപ്പ് സംബന്ധിച്ച തീരുമാനങ്ങൾ അവിടെ നിന്നെടുത്തു. ലിബറൽ മൂല്യങ്ങളെന്ന പേരിൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞുള്ള അധാർമികതയെ തുരത്തുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഡയലോഗ് പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ അവിടുന്ന് തീരുമാനമെടുത്തു. അന്ധവിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ അതിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രാദേശിക തലത്തിൽ നടക്കുന്ന തസ്ഫിയ പ്രോഗ്രാമുകൾ, 100 കണക്കിന് തസ്ഫിയ പ്രോഗ്രാമുകളുടെ തീരുമാനങ്ങളും പ്ലാനിങ്ങും അവിടെ നിന്നെടുത്തു. അതോടൊപ്പം തന്നെ നേരിട്ട് ആളുകൾക്ക് വന്ന് ചോദിക്കാവുന്ന, പണ്ഡിതന്മാരടക്കം നേരിട്ട് വന്ന് ചോദിക്കുന്ന മുഖാമുഖം പരിപാടി സംബന്ധിച്ച കൃത്യമായ പ്ലാനിങ്ങുകൾ അവിടെ പൂർത്തീകരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടായി. ഹദീസ് കോൺഫറൻസ്, ഖുർആൻ കോൺഫറൻസ്, യൂത്ത് കോൺഫറൻസ്, കാഴ്ച പരിമിതിയും ശാരീരിക പരിമിതിയും ഉള്ളവരുടെ പ്രത്യേക സംഗമങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ ഒരു സെഷനുകളിൽ നമ്മൾ തീരുമാനിക്കേണ്ടായി. പീസ് റേഡിയോ മുന്നോട്ട് വെക്കുന്ന പാരന്റിംഗ് കോഴ്സിന്റെ ആസൂത്രണവും അവിടെ നമുക്ക് ശരിയായ രീതിയിൽ നിർവഹിക്കാൻ സാധിച്ചു. ലിസണേഴ്സ് കോൺഫറൻസ്, അതിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചു. എനിക്ക് ഒരു വീഡിയോയിൽ നിങ്ങളടുത്ത് പറയുന്നതിന് പരിമിതി ഉള്ളതിലധികം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിലെ ഒരു മർമ്മസ്ഥാനം ഇതിൻ്റെ ഈ കൗൺസിലാണ്. അതിൻ്റെ ട്രെയിനിങ്, അതിൻ്റെ കാര്യങ്ങൾ ആ ഒറ്റ കൗൺസിൽ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂർത്തീകരിക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇതേപോലെയുള്ള ഇന്നർ വർക്കുകൾക്ക്, അതിൻ്റെ ഓഫീസ് ക്രമീകരണങ്ങൾ, സ്റ്റാഫ് സാലറികൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ, ഇതുപോലത്തെ വലിയ മൂവ്മെൻറ്റുകൾ നടന്നു പോകാൻ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നടത്തിക്കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ബാധ്യതയും നമുക്കുണ്ട്. നിങ്ങളുടെയൊക്കെ അർഹതപ്പെട്ട ഒരു ഓഹരി നമുക്ക് ഈ ഒരു സംവിധാനത്തിലേക്ക് ലഭിക്കണം. വിശ്വയൂത്തിൻ്റെ ദാവ ഫണ്ട് ശേഖരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആത്മാർത്ഥമായി സഹകരിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്നൊരു കൊച്ചു തുകയായിരിക്കും, പക്ഷേ വലിയ റിസൾട്ട് ഉണ്ടാവും. നിയത്താക്കേണ്ടത് വിശ്വയൂത്തിൻ്റെ എല്ലാ പദ്ധതികളും, പ്രബോധന സംരംഭങ്ങൾ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, ഗൈഡൻസ്, കൗൺസിലിംഗ് രംഗത്തെ കാര്യങ്ങൾ, പീസ് റേഡിയോ ഉൾപ്പെടുന്ന, ജമീൽ ഉൾപ്പെടുന്ന കമ്മ്യൂണിക്കേഷൻ വിങ്ങിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വർക്ക്ഷോപ്പുകൾ, വ്യത്യസ്തങ്ങളായ വൈജ്ഞാനിക വർക്ക്ഷോപ്പുകൾ, ഇതിൻ്റെയൊക്കെ റണ്ണിങ് എക്സ്പെൻസുകൾ, അതാണ് നമ്മൾ ദാവ ഫണ്ടിലൂടെ മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സംരംഭത്തെ എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണം എന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബാറകല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.